രാജ്യ അയോധ്യ പുണ്യനിമിഷത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമിയിൽ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയതിന്റെ വിളംബരം ചെയ്തുകൊണ്ട് ക്ഷേത്രത്തിന്റെ പ്രധാന ഗോപുരത്തിന് മുകളിൽ ധ്വജാരോഹണ ചടങ്ങുകൾ നടക്കും. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി അയോധ്യ കാത്തിരിക്കുകയാണ്. അയോധ്യ മാത്രമല്ല, ലോകം മുഴുവനുള്ള ശ്രീരാമ ഭക്തരെല്ലാം തന്നെ കാത്തിരിക്കുന്നു. അയോധ്യയിലേക്ക് എല്ലാ കണ്ണുകളും എത്തുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യത്തിന്റെ കരുത്തുറ്റ ഭരണാധികാരി, അദ്ദേഹം അയോധ്യയുടെ മണ്ണിലെത്തിയിട്ടുണ്ട്. സകേത് കോളേജ് മുതൽ അയോധ്യ വരെ റാംപഥ് എന്ന് പേരിട്ടിട്ടുള്ള രാമവീതിയിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടന്നുപോകുന്നതിന്റെ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ആ റോഡിന് ഇരുവശവും റാംപഥ് എന്ന് പേര് നൽകിയിട്ടുള്ള ആ പാതയ്ക്കിരുവശവും ശ്രീരാമ ഭക്തർ ഒത്തുചേർന്നിട്ടുള്ളത് നമുക്ക് കാണാം. അവർ ഈ പ്രധാനമന്ത്രിയുടെ വാഹനത്തിന് നേരെ പുഷ്പങ്ങൾ എറിയുകയും ജയ് ശ്രീരാം മന്ത്രം മുഴക്കിക്കൊണ്ട് അയോധ്യ നഗരം മുഴുവൻ ജയ് ശ്രീരാം മന്ത്രം കൊണ്ട് മുഖരിതമാണ് എന്ന് നമുക്ക് എടുത്ത് പറയേണ്ടി വരും. അത്തരത്തിലൊരു ചരിത്രപരമായ മുഹൂർത്തത്തിനാണ് ആ ശ്രീരാമ ജന്മഭൂമിയിലെ രാമക്ഷേത്രത്തിന്റെ പൂർണ്ണതയാണ് ഇന്ന് കൈവരിക്കുന്നത്. അതിന്റെ നിർണായകമായിട്ടുള്ള ചടങ്ങിന് അല്പസമയത്തിനകം തന്നെ ആരംഭം കുറിക്കും. 11:58 മുതൽ 1 മണി വരെയുള്ള മുഹൂർത്തത്തിലാണ്, ശുഭമുഹൂർത്തത്തിലാണ്, അഭിജിത്ത് മുഹൂർത്തത്തിലാണ് ഈ ധ്വജാരോഹണ ചടങ്ങ് നടക്കുന്നത്. രാഖി ചൂണ്ടിക്കാട്ടിയതുപോലെ ക്ഷേത്രത്തിന്റെ ഗോപുരത്തിൽ പതാക ഉയർത്തും. കാവ്യ നിറത്തിൽ സൂര്യഭഗവാനും ഒപ്പം ഓമും ആലേഖനം ചെയ്തിട്ടുള്ള പതാക ആ സൂര്യവംശയെ അല്ലെങ്കിൽ സൂര്യവംശത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. ആ സൂര്യന്റെ ചിത്രം ആലേഖനം ചെയ്തിട്ടുള്ളത്. ശ്രീരാമൻ ആ സൂര്യവംശത്തിൽ പെടുന്നതായിരുന്നു. അവിടെ അയോധ്യയിൽ ക്ഷേത്രം തകർത്തതിനു ശേഷം അവിടെ ഒരു ക്ഷേത്രം പുനർനിർമ്മിച്ചിട്ട് ഇനി തലപ്പാവ് ധരിക്കൂ എന്ന് ശപഥം ചെയ്തിരുന്ന സൂര്യവംശികൾ ആ സൂര്യവംശത്തെ ഓർമ്മപ്പെടുത്തുന്നതും ഒപ്പം ഓമും ആലേഖനം ചെയ്തിട്ടുള്ള കാവ്യ പതാകയാണ് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ ക്ഷേത്രത്തിന്റെ ഗോപുരത്തിന് മുകളിൽ ഇന്ന് ഉയർത്തുന്നത്. ഒപ്പം വലിയൊരു കാത്തിരിപ്പിന്റെ വിരാമം കൂടിയാണ് അയോധ്യ എന്ന് വേണമെങ്കിൽ നമുക്കെടുത്തു പറയാം. 500 വർഷങ്ങൾക്ക് മുൻപ് തകർത്തിട്ടുള്ള ക്ഷേത്രം അവിടെ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി ഏതെല്ലാം തരത്തിലുള്ള പോരാട്ടങ്ങൾ, സഹനങ്ങൾ, അത്തരത്തിലുള്ള നിരവധി കാത്തിരിപ്പിന്റെ ഒരു അവസാനം കൂടിയാണ് അയോധ്യയിൽ ഉയർന്നിട്ടുള്ള ക്ഷേത്രം. അവിടെ 2019 സുപ്രീം കോടതിയിലെ വിധിയാണ് ഈ രാമക്ഷേത്രം, രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം ഉയരുന്നതിന് ഏറ്റവും നിർണായകമായത് എന്ന് നമുക്ക് എടുത്തു പറയാം. ആദ്യം അയോധ്യ കോടതിയിലും പിന്നീട് അലഹബാദ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടം അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിന് വേണ്ടി ഹൈന്ദവ സമൂഹം നടത്തി. ആ വേളയിലെല്ലാം തന്നെ പല ഘട്ടങ്ങളിൽ അത് പരിഹരിക്കാനുള്ളൊരു അവസരം കൈവന്നിരുന്നു എങ്കിൽ പോലും രാജ്യത്തിന്റെ ഭരണ നേതൃത്വം പോലും അതിന് ആവശ്യമായ മുൻകൈ എടുക്കാത്തതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം പരിഹരിക്കാത്ത തർക്കമായി തുടർന്നുകൊണ്ടേ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ 2019 സുപ്രീം കോടതിയുടെ നിർണായക വിധി അയോധ്യയിലെ രാമക്ഷേത്രം അത് തെളിവുകളുടെയും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിന്റെയും അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ രാമജന്മഭൂമി ശ്രീരാമക്ഷേത്രം പണിയുന്നതിന് വിട്ടു നൽകുന്നു. തുടർന്ന് 2020 പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ 2020 ഓഗസ്റ്റ് 5 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും RSS സർസംഘചാലകരും ചേർന്നുകൊണ്ട് അവിടെ രാമക്ഷേത്രത്തിന്റെ ഭൂമി പൂജ, തറക്കല്ലിടൽ ചടങ്ങ് നടന്നത്. ഓർമ്മയുണ്ടാകണം, അത് കൊറോണ കാലഘട്ടമായിരുന്നു. അവിടെയും നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. 2024 ജനുവരിയിൽ ക്ഷേത്രത്തിന്റെ പ്രധാന ശ്രീകോവിലിന്റെ നിർമ്മാണം പൂർത്തിയായതോടുകൂടി രാംലല്ല സ്വന്തം ജന്മഗൃഹത്തിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു. അവിടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നു. ആ മഹോത്സവം രാജ്യം മാത്രമല്ല ലോകം തന്നെ ഒരിക്കലും മറക്കാനാകാത്ത രീതിയിൽ അത്രയധികം സാംസ്കാരിക ഉയർച്ചയായിരുന്നു ഭാരതത്തിന് ആ ഒരു ചടങ്ങ് നൽകിയിട്ടുള്ളത്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ യജമാന സ്ഥാനത്ത് നിന്നുകൊണ്ട് രാംലല്ലയെ സ്വന്തം ജന്മഗൃഹത്തിൽ കുടിയിരുത്തി. അന്നും RSS സർസംഘചാലകും ഒപ്പം രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന്, ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട അതിഥികളും ലക്ഷക്കണക്കിന് ശ്രീരാമ ഭക്തരും അന്ന് അയോധ്യയിലേക്ക് സരയൂ നദിക്കരയിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. ആ ചടങ്ങിന് ശേഷം രാം ദർബാറിന്റെ സീതാ സമേതനായിട്ടുള്ള ശ്രീരാമചന്ദ്ര പ്രഭുവും ലക്ഷ്മണനും ഹനുമാൻ സ്വാമിയും എല്ലാം ഉൾപ്പെടുന്ന രാം ദർബാറിന്റെ ചടങ്ങ് അത് പൂർത്തിയാക്കുന്ന ചടങ്ങ് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ നടന്നു. പിന്നീടും നിർമ്മാണ പ്രവർത്തനങ്ങൾ പലതും നടക്കുകയായിരുന്നു. ഇപ്പോൾ ആ ക്ഷേത്രം പൂർണ്ണമായും നിർമ്മാണം പൂർത്തിയാക്കുകയും ആ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിക്കൊണ്ടുള്ള ഒരു വിളംബരമാണ് ഇന്ന് നടക്കുന്നത്. ധർമ്മവിജയത്തിന്റെ പ്രതീകവും ഒപ്പം ആ ക്ഷേത്രത്തിന്റെയും ദൈവ സാന്നിധ്യത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ് ക്ഷേത്ര ഗോപുരത്തിന് മുകളിൽ ഉയർന്നു പറക്കുവാൻ പോകുന്ന ധ്വജം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ പൂജാ ചടങ്ങുകൾ
ഇന്നലെ മുതൽ തന്നെ മിനിയാന്ന് മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. അതായത് 23 മുതൽ 23നും 24നും ഇന്ന് 25 ഈ 3 ദിവസങ്ങളിലുമായി പ്രത്യേക പൂജകൾ 121 ആചാര്യന്മാരുടെ നേതൃത്വത്തിലുള്ള യജ്ഞവും പ്രത്യേക പൂജകളും അയോധ്യയിൽ നടന്നു വരികയായിരുന്നു. ആ പൂജകളുടെ സമാപ്തി ഘട്ടത്തിലാണ്, ശുഭമുഹൂർത്തത്തിലാണ്, അതായത് 11:58 മുതൽ 1 മണിവരെയുള്ള ശുഭമുഹൂർത്തത്തിലാണ് ഈ ധ്വജാരോഹണ ചടങ്ങുകൾ നടക്കുക. ആ ചടങ്ങുകൾക്ക് വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ അയോധ്യയുടെ മണ്ണിലേക്ക് എത്തിയിട്ടുള്ളത്. രാംപത്തിൽ അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആണ് കാണുന്നത്. ഇതിനു മുൻപും അയോധ്യയിൽ ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെത്തിയപ്പോഴും ഈ രാംപത്ത് വഴിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയുടെ പ്രധാന കവാടത്തിലേക്ക് എത്തിയിരുന്നത്. അതിന് സമാനമായി ആയിരക്കണക്കിന് ശ്രീരാമ ഭക്തരെ സാക്ഷിയാക്കിക്കൊണ്ട്, അയോധ്യയിലെ ജനങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാംപത്തിലൂടെ കടന്നുവരികയാണ്. അല്പസമയത്തിനകം തന്നെ പൂജാ ചടങ്ങുകൾ, അതിന്റെ വേദ ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അതിൽ പ്രധാനമന്ത്രിയും ഒപ്പം RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവതും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, UP ഗവർണർ, കൂടാതെ പ്രത്യേകം ക്ഷണിക്കപ്പെട്ട 6000-ഓളം അതിഥികളും ആ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനുണ്ടാകും. അത്തരത്തിൽ ഭാരതം അതിന്റെ സ്വത്വം വീണ്ടെടുത്തുകൊണ്ട് വിശ്വഗുരു സ്ഥാനത്തേക്ക് നടന്നു കയറുമ്പോൾ ആ ഭാരതത്തിന്റെയും സാംസ്കാരിക തലസ്ഥാനമായി അയോധ്യ മാറുന്നു. പുണ്യഭൂമി ഒരു കേവലം മതപരമായ ഹിന്ദുത്വത്തിനപ്പുറത്തേക്ക് ഈ ഹൈന്ദവ ഭൂമിയുടെയും സാംസ്കാരിക തലസ്ഥാനമായി, സാംസ്കാരിക കേന്ദ്രമായി, തീർത്ഥാടന കേന്ദ്രമായി അയോധ്യ തിളങ്ങി നിൽക്കുകയാണ്. ആ ഘട്ടത്തിൽ ആ തിളക്കത്തിന്റെ ഏറ്റവും അസുലഭമായ നിമിഷത്തിലേക്കാണ്, ഏറ്റവും അസുലഭമായിട്ടുള്ള ചടങ്ങിലേക്കാണ്, അതിന്റെ പൂർണ്ണത കൈവരിക്കുന്ന ചടങ്ങിലേക്കാണ് നമ്മളിപ്പോൾ കടക്കാൻ പോകുന്നത്. രാജ്യത്തെ സംബന്ധിച്ച്, ഭാരതത്തെ സംബന്ധിച്ചും ഭാരതത്തിലെ ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചും